താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ജീവിതങ്ങളെ തകർത്ത് തരിപ്പണമാക്കുകയും നശിപ്പിച്ച് നാമാവശേഷമാക്കുകയും ചെയ്യുന്ന ശാപവും അതിൽ നിന്നുള്ള വിടുതലും. ഭയങ്കരം തന്നെ അല്ലേ? ചിന്ത ഉള്ളിൽ കയറി, വെറുതെ കയറിയതല്ല, പിശാച് കൊണ്ടുവന്നതാ. അപ്പോൾ യേശു കാൽവരിയിൽ മരിച്ചു, പിന്നെയും ശാപമുണ്ടെന്ന് പറഞ്ഞ് നടക്കുക ആണേ അല്ലേ? അതല്ലേ ഇപ്പോൾ വന്നേ? എനിക്കറിഞ്ഞൂടാത്തതാണോ? അങ്ങനെ വരും. അങ്ങനെ ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അവിധത്തിൽ പറഞ്ഞ് പഠിപ്പിച്ച് സെറ്റ് ചെയ്ത് വച്ചിരിക്കുക. അപ്പോൾ അങ്ങനെ സെറ്റായിരിക്കുന്നവർക്ക് സന്തോഷമാകുവാൻ വേണ്ടി, ഒരല്പം സ്വസ്ഥത കിട്ടുവാൻ വേണ്ടി സമ്മതിച്ചു തരുന്നതിനും എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നവർ സ്വയം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാൽവരി ശാപം മാത്രമല്ല നീങ്ങിയത്. പ്രവാചകൻ പറയുകയും അപ്പോസ്തലനായ പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഉറപ്പിക്കുകയും ചെയ്ത രോഗസൗഖ്യം എന്താ? അടിപ്പിണറിനാൽ, അവൻ്റെ മേൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ നമുക്ക് വന്ന രോഗസൗഖ്യം. രോഗമില്ലാതിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് കാൽവരിയിൽ ശാപം നീങ്ങിയെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട അടിപ്പിണറിനാൽ രോഗം നീങ്ങാത്തത് എന്താ? വചനം പറയുന്നു രോഗം നീങ്ങിയെന്ന്. അപ്പോൾ രോഗം വരാത്തവരാണോ എന്നെ കേൾക്കുന്നത്? അതോ രോഗമെന്നൊന്നും ഇല്ലേ? അത് നമുക്ക് വെറുതെ തോന്നുന്നതാണോ? അങ്ങനെയുള്ളവർക്ക് കുഴപ്പമില്ല. അങ്ങനെയുള്ളവർ പിശാചിൻ്റെ ഇഷ്ടം പോലെ ഈ കഷ്ടതയിലും അതെ തകർത്ത് തരിപ്പണമാക്കുന്ന, നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന അവൻ്റെ പ്രവൃത്തിയിലും തന്നെ തുടരുക. ആ സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന സന്തോഷത്തിനൊത്തവണ്ണം. എന്നാൽ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സത്യം, നിങ്ങൾ തിരിച്ചറിയരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്ന സത്യം, കാൽവരിയിലെ ബലിയുടെ ഫലം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്നവർക്കുള്ളതാണ്. അത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നത് കൊണ്ട് വായിക്കുന്നവർക്കെല്ലാം ഉള്ളതല്ല. ഞാൻ ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് ശാപം എന്നെ പിന്തുടരത്തില്ല, എനിക്ക് ശാപമില്ല, എനിക്ക് രോഗമില്ല, എനിക്ക് കഷ്ടതയില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ളതല്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നവർക്കുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ സമയം എന്നെ കേൾക്കുന്ന ചിലരോടായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയട്ടെ, ചിലർ ആ ശാപങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ പോകുക. നീണ്ട നാളുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഷ്ടതകളിൽ നിന്ന്, കണ്ണുനീരിൻ്റെ അനുഭവത്തിൽ നിന്ന് ചിലർ പുറത്തു വരുവാൻ പോകുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയിൽ വിശ്വസിച്ച് ആ വിടുതൽ ഏറ്റെടുത്ത്, സ്തോത്രം, ആമേൻ, വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. അപ്പോൾ ശാപത്തിൻ്റെ ഫലമായി എന്താണ് സംഭവിക്കുന്നത് അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആക്ച്വലി വേദപുസ്തകം ആരംഭിക്കുന്നത് തന്നെ. വേദപുസ്തകത്തിൽ നമ്മളെ ചിന്തിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും നമ്മളെ പ്രത്യാശയുടെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ നമ്മൾ വലിയ വില കൊടുക്കാത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. ശാപത്തിന് ഇരയായി തീർന്ന മനുഷ്യർ, ശപിക്കപ്പെട്ട ഭൂമി, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശപിക്കപ്പെട്ട മനുഷ്യർ, അതെ, ആദം ഹൗവമാർ തന്നെ ശാപത്തിൻ്റെ ഫലമായി അവർക്ക് വിലയേറിയത് അല്ലെങ്കിൽ വില മതിക്കുവാൻ കഴിയാത്തത് നഷ്ടപ്പെട്ടു പോകുന്നു. പറുദീസ, ദൈവം അവർക്കായി ഒരുക്കി നൽകിയത് അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് അവർ പുറത്താക്കപ്പെടുന്നു. തീർന്നില്ല, അവർ മുഖാന്തരം അവർ വസിച്ച ഭൂമി ശാപത്തിന് ഇരയായിത്തീരുന്നു. ശാപത്തിൻ്റെ ഫലം വിലയേറിയ പലതിനെയും നശിപ്പിക്കും, ഒപ്പമുള്ളതിനെയൊക്കെ ശാപഗ്രസ്തമാക്കി മാറ്റും. ആ ശാപത്തിൻ്റെ ഫലത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി പറയുന്നു. മുള്ളും പറക്കാരെയും മുളച്ചു വരുന്നു. സന്തോഷം മുളച്ചു വരേണ്ട, ധാന്യ സമൃദ്ധി ഉണ്ടാകേണ്ട, അതെ, നല്ലതിന് കാരണമാകുന്ന പലതും ഉണ്ടാകേണ്ട ഭൂമിയിൽ നിന്ന് മുള്ളും പറക്കാരെയും കുത്തി വേദനിപ്പിക്കുന്ന, മുറിവേൽപ്പിക്കുന്ന പലതും ഉണ്ടായി വരുന്നു. ശ്രദ്ധിക്കണമേ, ശാപത്തിൻ്റെ ഫലം നഷ്ടമാണ്. വിലയേറിയത് പലതും, വിലമതിക്കുവാൻ കഴിയാത്ത പലതും നഷ്ടപ്പെട്ടു പോകും. ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ കാരണമായി, അതേ, കാരണമൊന്നും കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ വിലയേറിയതായി പലതും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ, അതേ, അവിധത്തിൽ നഷ്ടപ്പെട്ടവരായി നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് തന്നെ അതെ, അല്ലേ സഹോദര സഹോദരി, ജോലി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാ, ഒരു കുഴപ്പമില്ലായിരുന്നു, ശമ്പളമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നല്ലവണ്ണം ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നുണ്ട്, ഹാപ്പി ആയിട്ടിരുന്നത്, പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോകുന്നു. പെട്ടെന്ന് ഒരു കാരണവുമില്ല അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നു. പെട്ടെന്ന് ഒരു ലെറ്റർ കയ്യിൽ കിട്ടുന്നു, പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു, മതി, അല്ലേ? എന്താ കാരണം അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, കേൾക്കുന്നവർക്കൊന്നും വിശ്വസിക്കുവാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അങ്ങനെ സംഭവിക്കുവാൻ വഴിയില്ലല്ലോ, അല്ലേ? അങ്ങനെ സംഭവിക്കുവാൻ വഴിയുണ്ടോ? ഇല്ല.
എല്ലാം ഓക്കെയാ, ഇനി ജോലിക്ക് കയറിയാൽ മാത്രം മതി, അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കിട്ടി, എല്ലാം പറഞ്ഞു, എല്ലാം സെറ്റ് ചെയ്തായിരിക്കുക, സന്തോഷത്തോടെ ആയിരിക്കുക. പക്ഷേ പെട്ടെന്ന് ജോലിക്ക് കയറുവാൻ കഴിയാത്ത തടസ്സങ്ങൾ ഉണ്ടാകുന്നു. വീണ്ടും അതേ പഴയ അവസ്ഥ, ജോലിയില്ലാത്ത അവസ്ഥ, വഴികൾ അടഞ്ഞു പോകുന്നു, തുറന്നു വരുന്ന വഴികൾ അടഞ്ഞു പോകുന്നു, അത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയുന്നില്ല, എല്ലാം പറഞ്ഞ് ഓക്കെ ആക്കുന്നതാ. പെട്ടെന്ന് സന്തോഷകരമായി ജീവിച്ചുകൊണ്ടിരുന്നതാ, ഒരു കുഴപ്പമില്ല, ഭാര്യയും ഭർത്താവും ഒരു കൂട്ടിലെ കിളികളെ പോലെ, ഓ എന്ത് സന്തോഷം. പെട്ടെന്ന് ഭർത്താവ് അകന്നു പോകുന്നു. എന്താണ് കാരണമെന്ന് അറിയത്തില്ല, അല്ലേ സഹോദരി? അല്ലാത്ത സങ്കടമാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാ? എൻ്റെ ഭർത്താവാ എൻ്റെ എല്ലാം, ദൈവത്തെക്കാൾ അവനെ ഞാൻ സ്നേഹിച്ചതാ, എൻ്റെ ജീവിതം മുഴുവൻ അവന് വേണ്ടി, അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, അവൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ്. പക്ഷേ അവൻ അകന്നു പോവുകയാണ്, എൻ്റെ സ്ഥാനത്ത് മറ്റാരോ കടന്നു വരുന്നു. മരിപ്പിക്കുന്ന അവസ്ഥ, അല്ലേ സഹോദര? നിന്റെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിന്ന്, നിന്റെ ഭാര്യയില്ലാത്ത ഒരു ജീവിതം, പക്ഷേ പെട്ടെന്ന് അവൾ അകന്നു പോകുന്നു. കാരണമില്ല, കാരണം അറിയത്തില്ല. എന്താ സംഭവിച്ചേ? കാരണമില്ലാതെ തകർച്ച, കണ്ണുനീർ, നിരാശ, എല്ലാം അതിന് പിന്നാലെ നഷ്ടപ്പെടുക. സ്വസ്ഥതയില്ല, സമാധാനമില്ല, സന്തോഷമില്ല. കള്ളനെ പോലെ നടക്കേണ്ടി വരുന്നു, പാത്ത് നടക്കേണ്ടി വരുന്നു, മാതാപിതാക്കളുടെ മുമ്പിൽ പോലും നിൽക്കുവാൻ കഴിയാത്ത അവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്താ കാരണം? അറിയത്തില്ല. നല്ലവണ്ണം ജീവിച്ചുകൊണ്ടിരുന്നതാ, മദ്യപിച്ച് വീട്ടിൽ വരുന്നു. കാരണം എന്താ? അറിയത്തില്ല. മോശം കൂട്ടുകെട്ടുകൾ, പല ഫോൺ കോളുകൾ, അറിയത്തില്ല. നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്നതാ, ഒരു കുഴപ്പമില്ലായിരുന്ന ചെക്കനാ, നല്ല പഠിച്ചുകൊണ്ടിരുന്നതാ. പെട്ടെന്ന് ഇപ്പോൾ പഠിക്കുന്നില്ല, ബുക്ക് എടുക്കുന്നില്ല, സ്കൂളിൽ പോകുന്നില്ല, കോളേജിൽ പോകുന്നില്ല, മുറിക്കകത്ത് അടച്ചിരിക്കുക, പുറത്തു പോലും വരുന്നില്ല, ആഹാരം പോലും കഴിക്കുന്നില്ല, സ്വഭാവം ആകെപ്പാടെ മാറി. മധുര വാക്കുകൾ, സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ പുറത്തു വന്നുകൊണ്ടിരുന്ന വായിൽ നിന്ന് ഏറ്റവും മോശം വാക്കുകൾ, മരിപ്പിക്കുന്ന വാക്കുകൾ, കേട്ട് ചത്തുകളയുവാൻ തോന്നുന്ന വാക്കുകൾ. അതേ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ പറയുന്ന വാക്കുകൾ, പലിശ വാക്കുകൾ, കഠിന വാക്കുകൾ മരിപ്പിക്കുന്നു. അവിധത്തിൽ തലമുറകൾ മാറിയിരിക്കുന്നു. മദ്യത്തിൻ്റെ മണമില്ലാതെ, പുകയിലയുടെ ഗന്ധമില്ലാതെ തലമുറകളെ കാണുവാൻ കഴിയുന്നില്ല. മോശം പറയുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളിലല്ലാതെ തലമുറകളെ കാണുവാൻ കഴിയുന്നില്ല. ഒരു കുഴപ്പമില്ലായിരുന്നതാ, ഒരു കാരണവും. എന്താ കാരണം? അറിയത്തില്ല. പഠനം പോയി, റിസൾട്ട് കിട്ടുമെന്ന് 100% ഉറപ്പിച്ചതാ, പക്ഷെ തോറ്റുപോയി. ആ രാജ്യത്ത് പോകുവാൻ കഴിയും ഉറപ്പിച്ചതാ, പക്ഷേ രാജ്യത്തിൻ്റെ വാതിലുകൾ അടഞ്ഞുപോയി, തുറന്നിരുന്നത് അടഞ്ഞുപോയി. അഡ്മിഷൻ കിട്ടുമെന്ന് ഉറപ്പിച്ചിരുന്നതാ, അഡ്മിഷൻ കിട്ടുന്നില്ല. വലിയ പ്രതിസന്ധി. ആ സ്ഥാപനം നന്നായി മുൻപോട്ട് പോകുമെന്ന് ചിന്തിച്ചായിരുന്നതാ, അതിന് തക്കവണ്ണമുള്ളതെല്ലാം ചെയ്തു, പക്ഷേ പരാജയമാണ് ഫലം. കടം കയറിക്കൊണ്ടിരിക്കുന്നു, കടം കൂടുകയാണ്, എങ്ങനെ നോക്കിയിട്ടും കടം കുറയുന്നില്ല. അതുമുഖാന്തരമുള്ള തകർച്ച, നിന്ന. ഡോക്ടർ പറഞ്ഞതാ മാറും, ആ ഒരു കോഴ്സ് മരുന്ന് മതി, ഒരു കുഴപ്പമില്ല, ചെറിയൊരു അസുഖമാണ്. സന്തോഷമായിട്ട് അതെ, ആശുപത്രിയിൽ പോലും ചിലപ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഡോക്ടറുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതൊരു കുഴപ്പമില്ല, സന്തോഷിക്കുക, അങ്ങനെ സന്തോഷിച്ചിരുന്നതാ. പക്ഷേ ആ സന്തോഷം ദുഃഖത്തിന് വഴിമാറിയിരിക്കുന്നു. ഇപ്പോൾ ഓരോ പരിശോധന കഴിയും തോറും ഓരോരോ രോഗങ്ങളാണ്. ഒരു കുഴപ്പമില്ലാതെ നിന്നവനാ കിടക്കയിലായിപ്പോയി, രോഗിയായി തീർന്നിരിക്കുന്നു. എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരുന്ന വിവാഹത്തിൻ്റെ കാര്യം, ഇനി വിവാഹം നടന്നാൽ മതി. പക്ഷെ പെട്ടെന്ന് അല്ലേ, ടെസ്റ്റ് റിസൾട്ടുകളെല്ലാം പോസിറ്റീവായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു കുഞ്ഞിന്, ഗർഭസ്ഥ ശിശുവിന് ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. പക്ഷെ പെട്ടെന്ന് അബോർട്ടായി പോകുന്നു. ഒരമ്മയാകുവാൻ കഴിയാതെ കരയുക. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, വിലയേറിയതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. തീർന്നില്ല. ആദം ഹവ്വമാർ മുഖാന്തരം ഭൂമി ശപിക്കപ്പെടുന്നു. അവിടെ നിന്ന് മുള്ളും പറക്കാരെയും മുളച്ചു വരുന്നു. ശാപത്തിന്റെ ഫലം മുള്ളും പറക്കാരെയും കുത്തി വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക. വേദന താങ്ങുവാൻ കഴിയുന്നില്ല, മുറിവുകൾ ഉണങ്ങുന്നില്ല, ചോര കിനിയുന്നുണ്ട്. അതേ ശാപത്തിന്റെ ഫലം. അവിടെ കൊണ്ട് തീരുന്നില്ല. ശപിക്കപ്പെട്ടവരുടെ തലമുറ സഹോദരനെ കൊല്ലുന്നു. ഖായീൻ ഹാബേലിനെ കൊന്നുകളയുന്നു. ഇതെന്താ എൻ്റെ പിള്ളേരിങ്ങനെ? ഞങ്ങള് സഹോദരങ്ങൾ തമ്മിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ചിന്തിച്ചിട്ടില്ലേ? ആ അല്പത്തെ ഞങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത്, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച്, ഞങ്ങൾ പരസ്പരം കരുതി, ഇന്ന് എല്ലാം ഉണ്ടായിരുന്നിട്ടും പിള്ളേർക്ക് തമ്മിൽ ഈർഷ്യ. അവൻ അത് കൊടുക്കുന്നു, അവൾക്ക് അത് കൊടുക്കുന്നു. പേടിയാ. മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വൈരാഗ്യമോ, ഇവർ തമ്മിൽ തല്ലിച്ചാകുമോ?
അല്ലേ? കൊല്ലുന്ന മക്കൾ ശാപത്തിൻ്റെ കീഴിൽ നിന്ന്. എത്ര ചിന്തിച്ചിട്ട് ഉത്തരം കിട്ടാത്ത വിധത്തിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ? ശാപം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകമാണ്. ശാപം ഭൂമിയിൽ അങ്ങ് നിറഞ്ഞു, മ്ലേച്ഛത പെരുകി. ശാപം സമം മ്ലേച്ഛത, അത് പെരുകിയ ഭൂമി മുഴുവൻ നാശത്തിന് യോഗ്യമായി തീർന്നു. ശാപത്തിൻ്റെ ഫലം സകല ചരാചരങ്ങളുടെയും നാശം. ഒന്നും ശാപം മാറ്റിവെക്കുന്നില്ല. വീട്ടിലുള്ള പക്ഷി മൃഗാദികളെപ്പോലും, അല്ലേ, പെട്ടെന്ന് നല്ലവണ്ണം തീറ്റിന്നുകൊണ്ടിരുന്ന കോഴിയാ, ആടാ, പശുവാ, ഠിം വീണു. നല്ല പാല് കറന്നുകൊണ്ടിരുന്നതാ, ഇല്ലേ? ശാപം ഫലമായി സകലതും നശിച്ചു പോയോ. ദൈവദാസനെ, ഇത് സർവനാശത്തിലേക്കാണോ പോകുന്നത്? എല്ലാം നശിച്ചു പോകുമോ? ഇല്ല, പ്രത്യാശയ്ക്ക് വകയുണ്ട്. വചനം പറയുന്നു, ഒരു കുടുംബം ആ ശാപത്തെ അതിജീവിച്ചു അനുഗ്രഹത്തിലേക്ക് വന്നു. അതെ, ശാപമുണ്ട്, സത്യമാണ്. ശപിക്കപ്പെട്ടവരായി അനേകർ മാറിയിരിക്കുന്നു. അകാരണമായി നഷ്ടപ്പെടലുകൾ, തകർച്ചകൾ ശാപത്തിൻ്റെ ഫലമാകാം. അവിടെ നിന്ന് രക്ഷയുണ്ട്. ഒരു കുടുംബം അതിന് മുന്നുദാഹരണമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. നോഹയും കുടുംബവും ശാപത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് വഴി നടത്തപ്പെടുന്നു. അതേ, ശാപത്തിൽ നിന്ന് ചിലർ അനുഗ്രഹത്തിലേക്ക് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ മൂവ് ചെയ്യപ്പെടുക. ശാപത്തിൻ്റെ മ്ലേച്ഛതയുടെ എല്ലാ നഷ്ടപ്പെടലുകളുടെയും ആ താഴ്വരയിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ അറാറാത്തിലേക്ക് ചിലർ ഉയർത്തപ്പെടുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. ശാപം അനുഗ്രഹമായി മാറുവാൻ പോകുക. സഹോദര, സഹോദരി, അത് നീ തന്നെ. മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, അത് നിങ്ങൾ തന്നെ. അവിധത്തിൽ ശപിക്കപ്പെട്ട ഒരു പട്ടണം വിശുദ്ധ വേദപുസ്തകത്തിൽ ആ പട്ടണത്തെക്കുറിച്ച് പല സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാം ചിന്തിക്കുവാൻ പോകുന്ന പ്രസ്തുത സംഭവത്തിന് ആധാരമായിരിക്കുന്ന ഭാഗം രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ആ പട്ടണത്തിൽ നിന്ന് ആ പട്ടണക്കാർ കർത്താവിൻ്റെ പ്രവാചകനായ എലീശായുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവരുടെ പരാതി ഇതാണ്, അല്ലെങ്കിൽ ആ പട്ടണത്തിൻ്റെ അവസ്ഥ ഇതാണ്. അനന്തരം ആ പട്ടണക്കാർ എലീശായോട്, ഈ പട്ടണത്തിൻ്റെ ഇരിപ്പ് മനോഹരമായതൊന്ന് യജമാനൻ കാണുന്നുവല്ലോ. അല്ലേ? കാണാനൊക്കെ നല്ല ഭംഗിയാ. രണ്ടുപേരും കൂടെ നിൽക്കുന്നത് കണ്ടാൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയും. പക്ഷേ വീട്ടിനകത്ത് ചെല്ലണം. മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്താണെന്ന് അറിയണമെങ്കിൽ ആ സ്ഥാപനത്തിലാണ് പോകുന്നതെന്ന് കേട്ടാൽ തന്നെ മറ്റുള്ളവർക്കൊക്കെ അസൂയ തോന്നും. അയ്യോ, ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ അവന് ജോലി, ഭയങ്കര സംഭവം തന്നെ. ഇന്ന ജോലിയാണ് ചെയ്യുന്നത്, ഇന്ന ഫീൽഡിലാണ് നിൽക്കുന്നത്, അല്ലേ? പറയാനൊക്കെ കൊള്ളാം. പക്ഷേ അടുത്ത് ചെല്ലണം. ശമ്പളം കിട്ടിയിട്ട് ഒത്തിരിയായി. അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല. മുള്ളിൻ്റെ പുറത്ത് നിൽക്കുന്നത് പോലെ. അല്ലെങ്കിലും അങ്ങനെയാണല്ലോ, മുള്ളും പറക്കാരെയുമാണല്ലോ മുളച്ചു വരുന്നത്. മക്കളെക്കുറിച്ച് പറയാനേ ഉള്ളൂ. അയ്യോ, അവളുടെ മോൻ, അവൻ്റെ മോൻ, ആ മക്കൾ, അയ്യോ എന്ത് നല്ല പിള്ളേരാ. പക്ഷേ വീട്ടിൽ വരണം, പിള്ളേരുടെ തനിക്കുണം അറിയണമെങ്കിൽ ആ സ്ഥാപനം അവൻ എന്നാലും സമ്മതിക്കണം കേട്ടോ. എന്നാലും അങ്ങനെയൊക്കെ ആക്കിയല്ലോ. അകത്ത് കടത്തിൻ്റെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുക, അല്ലേ? കാണാനൊക്കെ കൊള്ളാം, വൻ സെറ്റപ്പാ. കിടന്ന എണീക്കാൻ പറ്റത്തില്ല. ഗുളിക മരുന്നുവാ എഴുന്നേൽപ്പിക്കുന്നത്. കാണാനൊക്കെ സംഭവം തന്നെയാണ്. അപ്പോൾ പട്ടണക്കാർ പറയുക, യജമാനെ, നീ കാണുന്നുണ്ടല്ലോ, കാഴ്ചയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, സൂപ്പറാ. എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകവും ആകുന്നു. രണ്ട് കാര്യങ്ങൾ ആ പട്ടണത്തിലുണ്ട്. ഒന്ന്, വെള്ളം ചീത്തയാണ്. മീൻസ് ഉറവകളൊക്കെ മോശമാണ്. ഉറവകളുണ്ട്. ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ, ദൈവത്തിൻ്റെ ജനം മരുഭൂമിയിലായിരുന്നപ്പോൾ അവരൊരു ഉറവ കാണുകയാണ്. ഓടിപ്പോയി കോരിയെടുത്ത് കുടിക്കുവാൻ നോക്കി. ഇതെന്താ, വിഷമാണോ? അയ്യോ, അവർ കോരിയതേ മാറയില വെള്ളമാണ്, അത് കയ്പ. അപ്പോൾ ഉണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല. ജോലിയുണ്ട്, പ്രയോജനമില്ല. ഭാര്യയുണ്ട്, പ്രയോജനമില്ല. ഭർത്താവുണ്ട്, പ്രയോജനമില്ല. മക്കളുണ്ട്, പ്രയോജനമില്ല. കരയുക, പ്രയോജനമില്ലാത്ത എല്ലാം ചുറ്റുമുണ്ട്, പക്ഷെ ഒരു പ്രയോജനമില്ല. എന്തെങ്കിലും ഉപയോഗമുള്ള ഒരു സാധനമില്ല. എല്ലാം ഉണ്ട്, ഒന്നുമില്ല. ചീത്തയാ, ഉള്ളതെല്ലാം ചീത്തയാ, ഉള്ളതെല്ലാം ചീത്ത. വെള്ളം ചീത്തയായി പോയിരിക്കുന്നു. ആ ഉറവയിൽ നിന്ന് വരുന്നതൊക്കെ ചീത്തയാ.
അപ്പോൾ ഉണ്ട്, ഉപയോഗിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ചീത്തയായി പോയിരിക്കുന്നു. അങ്ങനെ തന്നെ 2, ദേശം ഗർഭനാശകവും ആകുന്നു. മീൻസ് പുതിയതൊന്നും ജനിക്കുവാൻ ദേശം അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ദേശത്തിൽ, മനോഹരമായ പട്ടണമുള്ള ദേശത്തിൽ പുതിയതൊന്നും ജനിക്കുന്നില്ല. ആദ്യമേ ഒരു ദൂത് പറയട്ടെ. പുതിയത് ജനിക്കുവാൻ, തലമുറകൾ ജനിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ശാപത്തിന് കീഴിലായിരിക്കുന്ന ചിലരെ കർത്താവ് കാണിക്കുന്നുണ്ട്. ദിവസത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ ശാപം നീങ്ങി നിന്നിൽ നിന്ന് പുതിയത് പുറത്തു വരിക. യെസ്, നല്ല ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കിട്ടുന്നുണ്ട്, സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ്, പക്ഷേ ജീവൻ ഉത്ഭവിക്കുന്നില്ല. അതെ, ജീവൻ ഉത്ഭവിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി താങ്ക് ഗോഡ്. പുതിയതൊന്നും ഉണ്ടാകുന്നില്ല. പുതിയത് സന്തോഷിക്കുവാൻ വേണ്ട പുതിയതൊന്നും ഉണ്ടാകുന്നില്ല. ആ ഇല്ലായ്മയും ദാരിദ്ര്യവും കടവും അത് തന്നെയാണ്. പുതിയ ജോലി കിട്ടുന്നില്ല, ജോലി നഷ്ടപ്പെട്ടു പോയി, ആ സങ്കടത്തിലിരിക്കുക. പുതിയ ജോലി കിട്ടുന്നില്ല, പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വിശാലത ഉണ്ടാകുന്നില്ല, സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നു, കയ്യിൽ കിട്ടുന്നത് കുറഞ്ഞു വരിക. പ്രശ്നമാണ്. പുതിയത് സംഭവിക്കണം, പുതിയത് സംഭവിക്കുന്നില്ല. ബിസിനസ് മേഖലയിൽ പുതിയത് സംഭവിക്കണം, ആരോഗ്യത്തിൽ പുതിയത് സംഭവിക്കണം, പുതിയതൊന്നും ഉണ്ടാകുന്നില്ല, പുതിയതൊന്നും ജനിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥയിൽ പട്ടണം ആയിരിക്കുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്ന് ആ പട്ടണത്തെ ദൈവത്തിൻ്റെ പ്രവാചകനായ ഏലീശ വിടുവിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആ ശുശ്രൂഷ നമ്മൾ ചെയ്യുവാൻ പോവുക. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് എൻ്റെ ശാപം മാറും? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ശാപം മാറും, പുതിയത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ആ ഒന്നിനും കൊള്ളാത്തത് ഉണ്ട് എന്ന് പറയുമ്പോഴും ഒന്നിനും കൊള്ളാത്തത് ഉപയോഗമുള്ളതായി മാറും. അപ്പോൾ എലീശ എന്താ അവിടെ ചെയ്യുന്നത്? അതേ 2-ാം അധ്യായം തന്നെ 19-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അടുത്ത് 20-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന് അവൻ, എലീശ പറയുകയാണ്, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ എലീശ പറയുന്ന കാര്യം ഇതാണ്, ഒരു പുതിയ തളിക കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കുക, ഉപ്പ് ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, ഉപ്പ് ശുദ്ധീകരണിയായിട്ട് ഉപയോഗിക്കുന്നു. യാഗവസ്തുവിനെ ശുദ്ധീകരിക്കുവാൻ ഉപ്പ് ഉപയോഗിക്കുന്നു. ഉപ്പ് സമം ശുദ്ധീകരണം. ഓക്കെ, ഉപ്പ് സമം ശുദ്ധീകരണം അവിടെ നിൽക്കട്ടെ. 2, പുതിയ തളിക മീൻസ് പുതിയ ഉടമ്പടി. ആരുമായിട്ടാ? കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടും. 1 ഉപ്പ് മീൻസ് ശുദ്ധീകരണം, 2 പുതിയ തളിക മീൻസ് പുതിയ നിയമം, കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ഉടമ്പടി. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ശുദ്ധീകരണവും കർത്താവായ യേശു ക്രിസ്തുവുമായുള്ള ഉടമ്പടിയും എവിടെയാണ് സംഭവിക്കുന്നത്? മനോഹരമായ ഇരിപ്പ്, മനോഹരമായ ആ പട്ടണത്തിൻ്റെ ഇരിപ്പ് അങ്ങനെയല്ലേ, മനോഹരമാണ്. പക്ഷേ വെള്ളം ചീത്തയാണ്, ഗർഭനാശകമുണ്ടാകുന്നു. അങ്ങനത്തെ സ്ഥലമാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിനാൽ ശുദ്ധീകരിക്കപ്പെട്ട് പുതിയൊരു ഉടമ്പടി ഉണ്ടാകുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവർ അത് അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ നീരുറവിൻ്റെ അടുക്കൽ ചെന്ന് അതിൽ ഉപ്പിട്ടു, അതിനെ ശുദ്ധിയാക്കി. ഞാൻ ഈ വെള്ളം പഥ്യമാക്കിയിരിക്കുന്നു, ഇനി ഇതിനാൽ മരണവും ഗർഭനാശവും ഉണ്ടാകുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഏലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നുവരെ പഥ്യമായി തന്നെ ഇരിക്കുന്നു. ശുദ്ധീകരണം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ശുദ്ധീകരണം ആ വെള്ളത്തെ പഥ്യമാക്കി മാറ്റി. ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്താ? ചീത്തയായിരുന്നു, അത് പഥ്യമായി മാറി. കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ശുദ്ധീകരണം ശാപത്തിൻ്റെ ഫലമായി ചീത്തയായതിനെ നല്ലതാക്കി മാറ്റും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശപിക്കപ്പെട്ട് അകാരണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ചീത്തയായി പോയതിനെ, ഉപയോഗമില്ലാത്തതായി തീർന്നതിനെ, അത് ജോലിയാകട്ടെ, മക്കളാകട്ടെ, നിങ്ങളുടെ നന്മകളുടെ അടിസ്ഥാനം എന്തും ആകട്ടെ, ബിസിനസ് ആകാം, വസ്തുവകകളാകാം, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടല്ലോ, ആരോഗ്യമാകാം, അതെന്ത് തന്നെ ആയിരുന്നാലും അതിനെ ശുദ്ധീകരിച്ച് ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്കൊപ്പമുള്ള സകലത്തെയും അത് ശുദ്ധീകരിക്കും. അതേ യേശുവിലൂടെയുള്ള ശുദ്ധീകരണം ശാപത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. അല്ലാതെ കാൽവരിയിൽ യേശു ശാപത്തെ നീക്കിയെന്ന് എഴുതി വെച്ചതുകൊണ്ട് നിങ്ങളുടെ ശാപം മാറത്തില്ല. വിശ്വസിച്ച് ആ കാൽവരിയിൽ നടന്ന ബലിയുടെ റിസൾട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. എൻ്റെ ശാപത്തിന്
നീക്കം വരുവാൻ കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചു. ആ രക്തത്താൽ നാമും നമുക്കുള്ളതും ശുദ്ധീകരിക്കപ്പെടണം. തീർന്നില്ല, അടുത്ത് ഉടമ്പടി ഉണ്ടാകുകയാണ്. അതെ, ഉടമ്പടി, ദൈവവുമായി ഉടമ്പടി ഉണ്ടാകുകയാണ്. എന്താണ് ഉടമ്പടി? ദൈവത്തിലൂടെ നമുക്കുള്ളതിലും നമ്മിലും പങ്കാളിത്തം ഉണ്ടാകുക. ഇപ്പോൾ കർത്താവിൻ്റെ വേല ഞാൻ ചെയ്യുന്നു, അതിനർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കർത്താവിന് ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടല്ല, ഞാനൊരു ഭർത്താവാണ്, ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ അപ്പനാണ്, അങ്ങനെ പല പല ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു, കർത്താവിൻ്റെ വേല ഞാൻ ചെയ്യുന്നു. അത് ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. ഇങ്ങനെ കർത്താവിന് വേണ്ടി നമുക്കുള്ളതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കർത്താവുമായി ഉടമ്പടി ചെയ്യുവാനായിട്ട് കഴിയും. നേർച്ചകളിലൂടെ ആ ഉടമ്പടിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. തീരുമാനങ്ങളിലൂടെ ആ ഉടമ്പടിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ആ ഉടമ്പടിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ട് പല നിലകളിൽ നമുക്ക് ആ ഉടമ്പടിയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. ആ ഉടമ്പടിയാണ് വെള്ളത്തെ പഥ്യമാക്കി മാറ്റുന്നത്, അല്ലെങ്കിൽ ആ അല്പത്തെ വർദ്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നിട്ടും അനുഭവിക്കുവാൻ കഴിയാത്തതിനെ അനുഭവിക്കുവാൻ യോഗ്യമാക്കി പ്രാപ്തമാക്കി മാറ്റുന്നത്. ആ ജോലി ഉണ്ട്, പക്ഷേ ആ ജോലിയുള്ള മറ്റു പലരും അനുഭവിക്കുന്നത് പോലെ അതിൽ നിന്നുള്ളത് അനുഭവിക്കുവാൻ കഴിയുന്നില്ല. സന്തോഷമാകട്ടെ, സമാധാനമാകട്ടെ, സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാകട്ടെ, ആവശ്യങ്ങൾക്കൊത്തവണ്ണമെന്നുള്ളത് നേടിയെടുക്കുന്ന അവസ്ഥയാകട്ടെ, അതൊന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവുമായി ഒരു ഉടമ്പടി ഉണ്ടാകണം. ആ ജോലി നിങ്ങൾക്ക് അനുഗ്രഹമായി നിലനിൽക്കുമ്പോൾ, മാറുമ്പോൾ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ആ തൊഴിലിൽ നിന്ന് നിങ്ങൾ പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഭാഗം നിങ്ങൾ കർത്താവിനായിട്ട് സമർപ്പിക്കും. നിങ്ങളുടെ മക്കൾ അവർ കർത്താവിനുള്ളതായി മാറും. തീരുമാനം അങ്ങനെ ആയിരിക്കണം. അതേന്നേ, തീരുമാനം അങ്ങനെ ആയിരിക്കണം. നിങ്ങളുടെ കുടുംബജീവിതം അത് കർത്താവിൻ്റെ നാമം ഉയർത്തുന്നതിന് കാരണമായി മാറും. ദിവസത്തിൽ തീരുമാനങ്ങൾ എടുക്കുക. ഹന്ന ദിവസത്തിൽ തീരുമാനമെടുക്കുന്നു, നേർച്ച നേരുന്നു. നമ്മൾ ഒത്തിരി തവണ ചിന്തിച്ചിട്ടുള്ളതാണല്ലോ. 1 ശമൂവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ എന്താ നേർച്ച നേരുന്നേ? കർത്താവേ, നീ എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നാൽ അവനെ ഞാൻ നിനക്ക് തരാം. അപ്പോൾ 2 കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയാണ്. ഒന്ന്, ഹന്ന അമ്മയുമാകും, ദൈവത്തിന് ഒരു ഭക്തനെയും കിട്ടും, അല്ലെങ്കിൽ ഒരു പ്രവാചകനെ. ഓക്കെ, അങ്ങനെ എഴുതോട്ടെ, ദൈവത്തിന് ഒരു പ്രവാചകനെയും കിട്ടും. ഹന്നയ്ക്ക് കിട്ടിയോ? കിട്ടി. ഹന്നയ്ക്ക് മകനുണ്ട്. ഹന്ന ഇനി മച്ചിയല്ല, നീ ഇനി ഇല്ലാത്തവളല്ല, നീ ഇനി കരയുന്നവളല്ല, നീ ഇനി കരയുന്നവരല്ല, ജോലിയില്ലാത്ത കരയുന്നവരല്ല, കൈനീട്ടി വാങ്ങുവാൻ കഴിയാതെ, അധ്വാനത്തിന്റെ ഫലം കൈനീട്ടി വാങ്ങുവാൻ കഴിയാതെ മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ ദയാദാക്ഷിണ്യത്തിനായി കൈനീട്ടുന്നവനല്ല, മാതാവേ പിതാവേ മക്കളെക്കുറിച്ച് പറഞ്ഞ് കരയുന്നവളല്ല. നീ അനുഗ്രഹിക്കപ്പെട്ട മക്കളുടെ അമ്മയാണ്. അവരുടെ സന്തോഷം കാണുവാൻ ഭാഗ്യം സിദ്ധിച്ചവളാണ്. മക്കളെ കരങ്ങളിലെടുത്ത് കൊഞ്ചിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച അമ്മയാണ്. നീ ഇനി ഇല്ലാത്തവളല്ല, ഹന്ന ഇല്ലാത്തവളല്ല. അവൾ ശമൂവേലിൻ്റെ അമ്മയാണ്, ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. ഒപ്പം കർത്താവിന് ശമൂവേൽ എന്ന ഭക്തനെ കിട്ടുകയാണ്. മനസ്സിലായില്ലേ? ഇതാ ഉടമ്പടി. നിങ്ങൾക്കുള്ളതിനെല്ലാം ദൈവവുമായിട്ട് ചേർത്ത് വയ്ക്കും. അത് ദൈവത്തിൻ്റെതാകട്ടെ. കർത്താവിനുള്ള എന്തിനെങ്കിലും കർത്താവ് നഷ്ടപ്പെടുത്തി കളയുമോ? നഷ്ടപ്പെടുത്തി കളയത്തില്ല. നിങ്ങളുടെ കയ്യിലിരിപ്പുണ്ട് ചിലപ്പോൾ, പക്ഷെ കർത്താവിൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഒന്നും നഷ്ടപ്പെട്ടു പോകത്തില്ല. അപ്പോൾ ഉടമ്പടി, 1 ശുദ്ധീകരണം, 2 ഉടമ്പടി. ശാപം അത് കയ്യിലിരിപ്പിൻ്റെ ഫലമായിരിക്കാം. ആദം ഹവ്വമാർ ശപിക്കപ്പെട്ടത് കയ്യിലിരിപ്പിൻ്റെ ഫലമാണ്. ആ ശാപം തലമുറകളിലേക്ക് വ്യാപരിക്കും. തലമുറകളിലേക്ക് അനുഗ്രഹവും ശാപവും ചെന്നെത്തും. വചനം പഠിപ്പിക്കുന്നു. ദേശം ശപിക്കപ്പെട്ടതെങ്കിൽ അവിടെ വസിക്കുന്നവർ ശാപത്തിൻ്റെ ഫലം അനുഭവിക്കും. നാം ചിന്തയ്ക്കായി വായിച്ചു ശമരിയ എന്ന പട്ടണം, ആ പട്ടണത്തിൻ്റെ ശാപം ഗർഭനാശകമായി മാറി. തലമുറകളെ നശിപ്പിക്കുന്ന ദേശങ്ങളുണ്ട്, പട്ടണങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യുവാൻ കഴിയും. അവിടെ ഒരു പ്രായക്കാർ മുഴുവൻ പ്രശ്നത്തിലായിരിക്കും,
മദ്യത്തിന് അടിമകളായിരിക്കും, മറ്റേതെങ്കിലും ദുശീലങ്ങൾക്ക് ദുസ്വഭാവങ്ങൾക്ക് തകർക്കപ്പെടുന്നവരായിരിക്കും. ചില സ്ഥലങ്ങളിൽ മരണം, പടുമരണം, നല്ല മരണം, നല്ല വാർദ്ധക്യത്തിലുള്ള മരണമല്ലാതെ മരണം നടക്കുന്ന ശപിക്കപ്പെട്ട ദേശങ്ങൾ ശാപഗ്രസ്തമായി മാറാറുണ്ട്. ഇങ്ങനെ പല നിലകളിൽ മനുഷ്യൻ്റെ വാക്കുകൾ ശാപത്തിന് കാരണമായി മാറാറുണ്ട്. സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ ബിലയാം എന്ന പ്രവാചകനെ ശപിക്കുവാനായി കൊണ്ടുവരികയാണ്. അവൻ ശപിച്ചാൽ ശാപം ഫലിക്കും, ചിലരുടെ ശാപം ഫലിക്കും. അതെ, ഇതൊരു ചെറിയ കാര്യമല്ല. നിങ്ങൾ തിരിച്ചറിയുക, കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും, തിരിച്ചറിയുന്നവരെ പുറത്തു കൊണ്ടുവരും. അല്ലാത്തവർ പറഞ്ഞുകൊണ്ടിരിക്കും ക്രൂശിൽ മരിച്ചതുകൊണ്ട് എൻ്റെ ശാപം പോയി പോയതും തന്നെ. പക്ഷേ ഇപ്പോഴും കിടക്കുന്നത് ശാപത്തിന് കീഴിലാണ്. ചിലർ ശാപത്തിൽ നിന്ന് തിരിച്ചറിയുന്ന ചിലർ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ശാപത്തിൽ നിന്ന് പുറത്തു വരിക. അവിധത്തിൽ ശാപത്തിൽ നിന്ന് പുറത്തു വരുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ ഇത് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. പല പൊട്ടന്മാരുടെ വാക്ക് കേട്ട് ആ കഷ്ടതയിൽ കിടക്കരുതേ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. നഷ്ടങ്ങളെ നികത്തുന്ന ദൈവപ്രവൃത്തിയുണ്ട്. ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റും. ഏത് ശപിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ ഔന്നത്യത്തിലേക്ക് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. അതിനായി നിങ്ങളെ ഞങ്ങൾ പ്രാപ്തരാക്കി തീർക്കും. അതിനായി നിങ്ങളെ ഞങ്ങൾ ഒരുക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യുക. എന്നാ കണ്ടോ, വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ശാപത്തിൽ നിന്ന്, അകാരണമായ നഷ്ടപ്പെടലുകളിൽ നിന്ന്, തകർച്ചയിൽ നിന്ന്, കണ്ണുനീരിൽ നിന്ന് അനുഗ്രഹത്തിലേക്കുള്ള ഒരു ഉയർച്ചയുടെ ദിവസമായി മാറട്ടെ. ശാപത്തിൻ്റെ അവസ്ഥകൾ മാറട്ടെ. ജോലി സ്ഥലത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന സകല ശാപവും നസ്രായനായ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. ജോലികൾ നഷ്ടപ്പെട്ടു പോകുന്ന, ജോലികൾ ഇല്ലാതാക്കി തീർക്കുന്ന, വരുമാനം ലഭിക്കാതാക്കി തീർക്കുന്ന, കണ്ണുനീരും നിരാശയും ദുഃഖവും മാത്രമായി തീരുന്ന അവസ്ഥകൾ മാറട്ടെ. യേശുവിൻ നാമത്തിൽ ജോലി സംബന്ധമായി വെളിപ്പെട്ട് നിൽക്കുന്ന സകല ശാപവും വിട്ടുമാറട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. പ്രാർത്ഥിച്ചാട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. സ്തോത്രം. പലിശ കടങ്ങൾ മാറട്ടെ. ജപ്തി നോട്ടീസുകൾ മാറട്ടെ. ആ ശാപം മാറട്ടെ. കടക്കാരിയാക്കി, ഇല്ലാത്തവനാക്കി തീർക്കുന്ന ശാപം യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. പുതിയ ഉറവകൾ തുറന്നു വരട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പുതുവഴികൾ തുറക്കപ്പെടട്ടെ. നന്മയുടെ വാതിലുകൾ തുറന്നു വരട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. തടഞ്ഞു വയ്ക്കപ്പെടുന്ന വെല്ലുവിളികൾ അണിഞ്ഞു മാറട്ടെ. ഓഹരികൾ ലഭിക്കട്ടെ. അവകാശങ്ങൾ ലഭിക്കട്ടെ. ആ കേസ് തീർപ്പുണ്ടാകുക. നിന്റെ നന്മ നിന്റെ കരങ്ങളിലേക്ക് എത്തുക. ആ രാജ്യത്തുനിന്ന് നിന്റെ നന്മ കടന്നു വരിക. ആ തടസ്സം മാറട്ടെ. താങ്ക് ഗോഡ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ശാപത്തിലായിത്തീർന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യമാർ ഭർത്താക്കന്മാർ ചേർന്ന് വരട്ടെ. തമ്മിലടിക്കുന്ന മക്കൾ, സ്തോത്രം. മാതാപിതാക്കളെ മുറിപ്പെടുത്തുന്ന മക്കൾ, വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് വേദനിപ്പിക്കുന്ന മക്കൾ വിടുവിക്കപ്പെടട്ടെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. ജോലികൾ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറന്നു വരട്ടെ. സ്തോത്രം. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ ആ ബന്ധനം വഴിയട്ടെ. കെട്ടുപൊട്ടട്ടെ. യേശുവേ, അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണം. ആ ശാപം മാറട്ടെ. യേശുവിൻ നാമത്തിൽ കരയിപ്പിക്കുന്ന, നിരാശപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ശാപം വിട്ടുമാറട്ടെ. ആ രോഗം സൗഖ്യമാകട്ടെ. എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് സൗഖ്യമാകാത്ത രോഗം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ. ആ പിശാച് ഓടിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ ശാപത്തിന് കീഴിൽ കരയുന്നവർ പുറത്തു വരട്ടെ. ആമേൻ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കട്ടെ. ഭവനങ്ങൾ വാങ്ങട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. ആ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വിദേശത്തും സ്വദേശത്തും ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ. പുറത്തു പറയുവാൻ കഴിയാത്ത വിധത്തിൽ വിദേശത്ത് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ജോലി മേലുള്ള ആ ശാപം മാറിപ്പോകട്ടെ. സ്തോത്രം. ആ വെല്ലുവിളി അഴിയട്ടെ. ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് അത്ഭുതത്തിൻ്റെ ദിവസമായി മാറട്ടെ. ശപിക്കപ്പെട്ടവരുടെ മധ്യത്തിൽ നിന്ന് ഒരു കുടുംബം പുറത്തു വന്നതുപോലെ കർത്താവ് യേശു ക്രിസ്തുവിലൂടെ ചില കുടുംബങ്ങൾ ഇന്ന് പുറത്തു വരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതവൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും
വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.